ചിന്ന കുട്ടികൾക്ക് ഞാനൊരു കഥ പറഞ്ഞു തരാം. ഒരു കാട്ടില് ഒരു കോഴി, ഒരു കുറുക്കൻ ഇരുന്ന്. കോഴിയും കുറുക്കനും നല്ല ഫ്രണ്ടായിരുന്നു. ശരിயான ഫ്രണ്ട്. അപ്പുറം കോഴി ദിനം മുട്ടിടും. അതെല്ലാം കുറുക്കൻ ഏമാത്തി തിന്നുപോടും. അപ്പുറം ഒരു നാളേക്ക് കോഴിയമ്മ വറകക്ക് പോവും. ഞാൻ വറകക്ക് പോയി വരാം കുറുക്കച്ചാരാ, എൻ്റെ മുട്ടെല്ലാം പാത്തുക്കോ ചൊല്ലും. ശരി ചൊല്ലും. അതിൽ കോഴിയമ്മ വറകക്ക് പോയി വെച്ചിട്ട് കുറുക്കൻ മുല്ല കൊടാപ്പ് തുറന്ന് മുട്ടെടുക്കും. അതിൽ കോഴിയമ്മ ഒളിഞ്ഞു നിൽക്കും. എന്നെ കുറുക്കൻ പണ്ണത് பார்த்துட்டு. அப்பத்தான் கோழியம்மைக்கு கோழியம்மா இந்த குறுக்கன் அந்த வேலை பண்ணுதோ சாமி, இந்த அத்தனை முட்டை இந்த കുറുക്കച്ചാരൻ തിന്നു പോട്ടുകയെന്ന് കോഴിയമ്മ പെരിയൊരു കുച്ചെടുത്ത് കുറുക്കച്ചാരൻ്റെ മണ്ടയ്ക്കൊന്ന് കൊടുക്കും. അപ്പുറം മണ്ടയ്ക്ക് കൊടുത്തതും കുറുക്കച്ചാറ് കോഴിയമ്മേനോട്, എന്നെ മன்னிச்சிடு കോഴിയമ്മ, ഞാൻ தெரியாതെ എടുത്ത് പാത്തതാണ്, സാപ്പിടണ വെച്ചിട്ട് എടുത്തതല്ല, ചുമ്മാ കയ്യിൽ വെച്ച് പാത്തതാ കോഴിയമ്മ, എന്നെ മன்னிச்சிடு ചൊല്ലും. അപ്പോൾ കോഴിയമ്മ ശരി ശരി ചൊല്ലും. കോഴിയമ്മ മനസ്സോടെ ശരി ശരി ചൊല്ലും. അങ്ങനെ ഇരിക്കുമ്പോൾ കോഴിയമ്മ കുഞ്ചെല്ലാം പൊരിക്കും. പൊരിച്ചു കുഞ്ചിൽ ചെത്തം കേക്ക് കുറുക്കച്ചാരൻ വന്ന്, കോഴിയമ്മ കുഞ്ചെല്ലാം പൊരിച്ചിங்களா? ആമാ കുറുക്കച്ചാരെ, കോഴിയെല്ലാം കുഞ്ചുകളെല്ലാം പൊരിച്ചിരിച്ച് ചില. എത്ര കുഞ്ച്? 12 കുഞ്ച്. 12 കുഞ്ചോ? ആമാ. അതിൽ കോഴിയമ്മ തിരിഞ്ഞു എന്താ പറയുക ഇങ്ങനെ പോകും. അപ്പൊ കുറുക്കച്ചാരൻ എന്താ കോഴിയമ്മ പോണം പാത്ത് മുല്ല ഓടി ഓടി കുടാപ്പ് തുറന്ന് 2 സാപ്പിടും. അതിൽ കുഞ്ചോള് കൊക്കോ ചത്തം പോട്ട് കോഴിയമ്മ ഓടി വരും. അതിൽ ആരും കാണാം. അതൊക്കെ പിന്നെയും കോഴിയമ്മ വിഷമിച്ചിരിക്കും. 12 കുഞ്ചിൽ 2 കുഞ്ച് പോയിരിച്ച്. അപ്പോഴത്തെ ഒരു നാളേക്ക് മറിക്കും കോഴിയമ്മ പറക്ക് പോവും. അപ്പത്തെ കുറുക്കച്ചാരൻ അതിൽ വരുന്ന പാക്കും കോഴിയമ്മ. അപ്പൊ കോഴിയമ്മ മുള്ള ഒളിഞ്ഞു നിൽക്കും. ഒളിഞ്ഞു നിന്നിട്ട് കുറുക്കച്ചാരൻ എന്നെ പണിത് പാക്കുമ്പോൾ കൊടാപ്പ് തുറന്ന് 2 കുഞ്ച് വായിൽ പൊള്ളും. കോഴിയമ്മ വന്ന് ടപ്പ് എന്നൊരടിയാണ് കൊടുക്കും. കുച്ചിയിൽ തലയ്ക്കൊന്ന് കൊടുത്ത് കുറുക്കച്ചാർ അതാ കിടക്കുന്നത്. അതോടെ കുറുക്കച്ചാരൻ്റെ വേല മുടിഞ്ച്. കോഴിയമ്മ കുഞ്ചകളുമായി സന്തോഷமாக വാഴാൻ തുടങ്ങി. കുറുക്കച്ചാരൻ്റെ ഒരു ശല്യവും ഇല്ലാതെ കോഴിയമ്മ അപ്പടിയേ നല്ലതിൽ വളർന്ന്.